സിനിമകൾ ആരെയും മോശമാക്കിയിട്ടില്ല, സിനിമകൾ ആരെയും നന്നാക്കുന്നുമില്ല. ഓരോരുത്തരും അവരവരുടെ ഉള്ളിലെ ധാരണകൾക്കനുസരിച്ച് നന്നാവുകയോ മോശമാവുകയോ ചെയ്യുന്നു. സിനിമയ്ക്കും സാഹിത്യത്തിനുമൊക്കെ അത്രയ്ക്കേറെ സ്വാധീനമൊന്നുമില്ല എന്ന് കുറേ സിനിമക്കാരും കുറേ സ്യൂഡോ പുരോഗമനവാദക്കാരും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവരിങ്ങനെ ഉച്ചത്തിൽ പറയുന്നത് കൊണ്ട് അത് ഒരു സാധാരണ നിയമം പോലെയായി മാറ്റപ്പെടുന്നു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, അല്പം ചരിത്രബോധമുള്ള ആരും ഇവരോട് ചേരില്ല. കാരണം ഇവർ നുണയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കാലത്തിലേക്ക് നോക്കുക. ഏതോ കവിത കുറിച്ചതുപോലെ കെട്ട കാലമാണ്. അമ്മയെ ലഹരി തലക്ക് പിടിച്ച മകൻ കൊല്ലുന്നു. മറ്റൊരിടത്ത് മകൻ അമ്മയെയും മറ്റ് പല ബന്ധുക്കളെയും കൊന്നൊടുക്കുന്നു. ഇനി മറ്റു സുഹൃത്തുക്കൾ ലഹരിയുടെ പേരിൽ കൊന്നൊടുക്കുന്നു. ഇനി അതിക്രൂരമായ റാഗിങ് നടത്തി മൃതപ്രായരാക്കി കൂടെ പഠിക്കുന്നവരെ മാറ്റുന്നു. ചെറു കുഞ്ഞുങ്ങൾ വരെ ലഹരിക്കടിമപ്പെട്ട് പരസ്പരം പോരാടുന്നു, കൊന്നൊടുക്കുന്നു. ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നടുങ്ങുന്നു. അപ്പോൾ ഭരിക്കുന്നവർ ഉടൻ തന്നെ ഒരു അസംബന്ധ നാടകം അരങ്ങേറും. വെറും പ്രഹസനം, അതിദ്രുത ഗൗരവമാർന്ന റെയ്ഡിങ്, പിന്നെ അറസ്റ്റ് ചെയ്യൽ, ഓടി നടന്ന് കൂട്ടത്തോടെ പിടിക്കൽ, അങ്ങനെ നാടകങ്ങൾ ഒരുപാട് നടക്കുന്നു. വെറും വേഷം കെട്ടലാണ്. ആരവമൊഴിയുമ്പോൾ, ആൾക്കൂട്ടമൊഴിയുമ്പോൾ ഈ വേഷം കെട്ടലൊക്കെ തീരും. പിന്നെ യഥാർത്ഥ ജീവിതത്തിൽ എന്തൊക്കെയാണോ നടക്കുന്നത് അതെല്ലാം അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. നമ്മുടെ ചിന്താവിഷയം പ്രധാനപ്പെട്ടതാണ്. സിനിമകൾ മനുഷ്യരെ മോശകരമായി ബാധിക്കുന്നുണ്ടോ, നല്ലതായി ബാധിക്കുന്നുണ്ടോ? ഉണ്ട് എന്ന് ഒച്ചത്തിൽ വിളിച്ചു പറയണം. ഇനി അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ഉടൻ തന്നെ ഈ പുരോഗമനവാദക്കാർ എതിർവാദങ്ങളുമായിട്ട് എത്തിച്ചേരുകയായി. പിന്നെ അറ്റാക്കാണ്, പലതരത്തിലുള്ള അറ്റാക്ക്. എന്തുകൊണ്ട് സിനിമ നമ്മുടെ കുട്ടികളെ വഴിതെറ്റിക്കുന്നു ഈയിടെയായിട്ട്? ഒന്ന്, ഹീറോ വർഷിപ്പ് എല്ലാവരുടെ സൈക്കിയിലുള്ള ഒരു കാര്യമാണ്. എല്ലാവർക്കും അവരുടെ ഉള്ളിൽ ആരാധിക്കാൻ ഹീറോസുണ്ട്. പണ്ടത്തെ ഇന്ത്യൻ സിനിമകളിലേക്ക് നോക്കുക. ഈ ഹീറോ എന്ന് പറയുന്ന ആൾ സർവഗുണസമ്പന്നനായിരുന്നു, സകല കലാ വല്ലഭനായിരുന്നു. അയാൾ നന്മയുടെ നിറകൂട്ടമാണ്. അങ്ങനെയുള്ള അയാൾ തിന്മയെ എതിർത്ത് തോൽപ്പിക്കുന്നു. എക്സാജറേഷനാണ്. പക്ഷേ അതിനകത്ത് വലിയ അപകടമില്ലായിരുന്നു. കാരണം തിന്മയെ ഒന്നൊന്നായി തോൽപ്പിക്കുമ്പോഴാണ് എല്ലാവരും കൈയടിക്കുന്നത്. ഇയാൾ സർവഗുണസമ്പന്നനും നന്മയുടെ നിറകൂട്ടവും സകല കലാ വല്ലഭനും ഒക്കെയാണ് എന്ന് പറയുന്ന എക്സാജറേഷൻ ആണെങ്കിലും വലിയ അപകടം അതിനകത്തില്ല. കാരണം ഈ മനുഷ്യൻ നന്മയുടെ വേഷത്തിൽ തിന്മയെ കൊണ്ടു നടക്കുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ ഹീറോസ് എന്ന് പറയുന്നത് പിശാചിൻ്റെ പുതിയ പതിപ്പുകൾ പോലെയാണ്. പേരിൽ പോലും പൈശാചികത്വമുണ്ട്. ഇവർ കക്കുകയും മുക്കുകയും പൊക്കുകയൊക്കെ ചെയ്യുന്നു. ഇവർ ലഹരി ഉപയോഗിക്കുന്നു. ഇവർ എല്ലാ തരത്തിലുള്ള കള്ളക്കടത്തും കരിഞ്ചന്തയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നു. എന്നിട്ട് കൈയടി വാങ്ങുന്നു. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഏത് മാർഗത്തിലൂടെ അവർ പണം ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. നിങ്ങളുടെ മാർഗം എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ ലക്ഷ്യം എന്തോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ കൺവീനിയൻ്റായിട്ട് കംഫർട്ടബിളായിട്ട് സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകണം. ഇതാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പരം ദ്രോഹം ഒരു സമൂഹത്തോട് ചെയ്യാനുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ആലോചിച്ച് നോക്കുക. ഈ ഹീറോസിനെ അങ്ങേയറ്റം വർഷിപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് അതിന് ഇല്ല എന്ന് പറയുവാൻ നിങ്ങൾക്ക് സാധിക്കുക? ഒരു ഹെയർ സ്റ്റൈല് ഏതൊരു സൂപ്പർ സ്റ്റാർ കാണിച്ചു തരുമ്പോൾ ആ ഹെയർ സ്റ്റൈല് പിന്നെ ഒരു തരംഗമായി മാറുന്നില്ലേ? അയാൾ ധരിക്കുന്ന വസ്ത്രം, അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ ധരിക്കുന്ന വസ്ത്രം എല്ലാവരും വാങ്ങുന്നില്ലേ? അങ്ങനെയൊക്കെയല്ലേ കച്ചവടം പോലും പൊടിപിടിക്കുന്നത്. അപ്പോൾ പിന്നെ അവർ സ്വാധീനിക്കുന്നില്ല എന്ന് പറയുവാൻ എങ്ങനെ സാധിക്കും? രണ്ടാമതായിട്ട്, ലഹരിയുടെ ഉപയോഗം നമ്മുടെ നാട്ടിൽ വളരെയധികം കൂടുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സിനിമ തന്നെയാണ്. ഈ ലഹരി വസ്തുവിൻ്റെ പേര് തന്നെ ഇട്ടുള്ള ഒരു സിനിമയിൽ നിന്നാണ് ഈ തുടക്കമെന്ന് ഞാൻ കരുതുകയാണ്. ആ സിനിമയിൽ അങ്ങേയറ്റം സ്നേഹത്തോടെ, കൗതുകത്തോടെ, താല്പര്യത്തോടു കൂടി കഞ്ചാവിനെയൊക്കെ കെട്ടിപ്പുണരുന്ന കുറേ യുവാക്കളെയൊക്കെ ചിത്രീകരിക്കുന്നുണ്ട്. അത് കണ്ടിരിക്കുന്നവർക്ക് അതൊന്ന് ട്രൈ ചെയ്യാൻ ഒരു തോന്നലുണ്ടാവില്ലേ? ആലോചിച്ച് നോക്കുക. ഏതോ ഒരു ലഹരി മാഫിയയുടെ കയ്യിലാണ് മലയാള സിനിമ എന്ന് പറയുന്നതിൽ
കുറേയേറെ സത്യമുണ്ടെന്ന് നമുക്കിപ്പോൾ തോന്നി തുടങ്ങിയാണ്. ഈ ലഹരി എടുക്കുന്നവർക്ക് യഥാർത്ഥ ഭാവന ഉണ്ടാവും, ലഹരി എടുക്കുന്നവർക്ക് യഥാർത്ഥത്തിലുള്ള പ്രതിഭാവിലാസം ഉണ്ടാവും എന്നൊരു തെറ്റിദ്ധാരണ വല്ലാതെ അങ്ങ് പരത്തുന്നുണ്ട് ആരൊക്കെയോ ചേർന്ന്. അതുകൊണ്ട് തന്നെ സിനിമയിൽ ഉടനീളം ഇപ്പോൾ ലഹരി ഉപയോഗമാണ്. അത് കാണിക്കുന്നത് മോശമായിട്ടല്ല. പണ്ടത്തെ സിനിമകളിൽ മയക്കുമരുന്നോ കഞ്ചാവോ ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളെ കാണിക്കുന്നത് തന്നെ രോഗം പിടിച്ച ആളുകളായിട്ടാണ്. അവരെ ഭയങ്കര ഗ്ലോറിഫൈഡ് ഫിഗേഴ്സായിട്ടൊന്നും അവതരിപ്പിച്ചിട്ടില്ല. മറിച്ച് അവരെ കാണിക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ഷാഡോ ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെയാണോ? ബ്രൈറ്ററും ഗ്രേറ്ററും ബെറ്ററായിട്ടുള്ള വ്യക്തികളായിട്ടാണ് ഇവരെ ചിത്രീകരിക്കുന്നത്. അതൊരു അപകടമല്ലേ? ഈ എയ്ഡ്സ് വല്ലാതെ ലോകം മുഴുവൻ പടരുന്ന ഒരു സമയത്ത് ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അതായത് എയ്ഡ്സ് ബാധിച്ചവർ അത് മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കുവാൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് എന്ന്. കാരണം തങ്ങളെപ്പോലെ മറ്റുള്ളവരുമായി മാറിക്കഴിയുമ്പോൾ ലോകം മൊത്തത്തിൽ ഒരുപോലെയായി മാറുമല്ലോ. ഈ ലഹരി അടിമപ്പെടുന്ന ആളുകൾക്കും ഇങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഉണ്ട്. ഞങ്ങൾ ഉപയോഗിക്കുന്നത് എല്ലാവരും ഉപയോഗിക്കണം, ഞങ്ങൾ അടിമപ്പെട്ടത് പോയതിൽ നിങ്ങളും അടിമകളായി മാറണം എന്ന ഒരു തരം സാഡിസ്റ്റിക് മൈൻഡ് ആർക്കൊക്കെ ഉണ്ട്. അതിൻ്റെ ആഘോഷമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അത് മനസ്സിലാക്കാൻ കഴിയാത്തതാണ് നമ്മുടെ ബുദ്ധിശൂന്യത എന്ന് പറയുന്നത്. അപ്പോൾ ലഹരി വസ്തുക്കൾ ധാരാളമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന സിനിമകൾ, അതിനെ പ്രഘോഷിക്കുന്ന സിനിമകൾ ധാരാളമായിട്ട് ഉണ്ടാകുന്നുണ്ട്. അതൊരു വലിയ പ്രശ്നം തന്നെയല്ലേ? ഇനി ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു സിനിമയിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ വലിയ അക്രമകാരികളായി മാറും, അവരെ സമൂഹത്തിൽ നിന്ന് തന്നെ പൂർണ്ണമായിട്ട് തുടച്ചു മാറ്റണം എന്നൊരു സന്ദേശമൊക്കെ നൽകുന്നുണ്ട്. പക്ഷേ ഈ സിനിമയിൽ പോലും ഈ വ്യക്തികളൊക്കെ ലഹരി ഉപയോഗിക്കുന്നത് കാണുമ്പോൾ ചെറുപ്പക്കാർക്കൊക്കെ അതൊന്ന് ട്രൈ ചെയ്യാനുള്ള ഒരു സ്വാഭാവിക പ്രേരണ ഉണ്ടാകുമെന്ന് ഞാൻ ഭയപ്പെടുകയാണ്. അവരൊരു പക്ഷേ വലിച്ചു കയറ്റുന്നത് ഗ്ലൂക്കോസ് പൊടിയോ വൈറ്റമിൻ ബി ടാബ്ലറ്റ് പൊടിയോ ഒക്കെ ആയിരിക്കാം. പക്ഷേ കാണുന്ന ആൾക്ക് എന്തൊക്കെയോ കൗതുകം ഉണ്ടാക്കുന്നുണ്ട് ഇത്തരം ഉപയോഗങ്ങൾ. അപ്പോൾ ലഹരിയുടെ ഉപയോഗം സിനിമയിൽ നിന്നും കണ്ട് പഠിച്ച് പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് പിന്നെ അഡിക്ഷൻ്റെ വഴിയിലേക്ക് ഒരു കുഞ്ഞ് നീങ്ങുകയാണെങ്കിൽ സിനിമക്കാരെ നിങ്ങൾക്ക് ഇതിനകത്ത് ഉത്തരവാദിത്വമില്ലേ? ഉത്തരവാദിത്വമില്ല എന്ന് നിങ്ങൾ എത്ര ഉറക്കത്തിൽ വിളിച്ചു പറഞ്ഞാലും എത്ര ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞാലും സത്യത്തിന് നിങ്ങളുടെ ഒച്ചയേക്കാൾ സ്വരമുണ്ട്. അത് കേൾക്കേണ്ടവർ കേൾക്കുന്നുണ്ട്, കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. അടുത്തത്, പണ്ടത്തെ സിനിമകളിലൊക്കെ കുടുംബങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ സിനിമകളിൽ കുടുംബം ഒട്ടും തന്നെ പ്രധാനപ്പെട്ടതല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ കുടുംബാംഗങ്ങളൊക്കെ ചില കോമിക് പീസുകളായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ സൈഡ് ഗക്കുകളായിട്ട്. ഇവിടെ നായകനും നായികയ്ക്കും, നായിക പോലും നായകനില്ല, നായകനിങ്ങനെ വിലസിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അയാൾക്കെന്തിനാണ് അപ്പൻ, അല്ലെങ്കിൽ അയാൾക്കെന്തിനാണ് അമ്മ? അത് വളരെ സങ്കടകരമായൊരു കാര്യമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. ഇനി ഈ അപ്പനും അമ്മയും ഇടയ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന സിനിമകൾ പോലും ഈ അമ്മയും അപ്പനുമൊക്കെ അക്രമത്തിൻ്റെ വഴി മക്കളെ പഠിപ്പിക്കുകയും അക്രമത്തിൻ്റെ വഴിയിലൂടെ തന്നെ ചരിക്കൂ എന്ന് അവർ നിരന്തരം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറയുകയും ചെയ്യുന്നവരാണ്. വളരെ ഹിറ്റായി മാറിയ, ലോകം മുഴുവൻ ഇങ്ങനെ ഹിറ്റായി തരംഗമായി മാറിയ സിനിമയിൽ അമ്മ കരുത്തറ്റ പോരാളിയാണ്, ലോകത്തെ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പോരാളി. ഈ അമ്മ എന്താ പറയുന്നത്? ലോകത്തിലെ മുഴുവൻ സ്വർണ്ണവും നീ എനിക്ക് കൊണ്ടുവന്ന് തരിക, അതായത് അടിച്ചുകൊണ്ട് പോകാം മകനെ എന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കരമായി ടച്ച് ചെയ്യുന്ന BGM ഒക്കെ ഉണ്ടാകാം. അപ്പോൾ മണ്ടന്മാർ ഇതൊക്കെ ആസ്വദിച്ച് ഇതൊക്കെയാണ് ജീവിതമെന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നു. എല്ലാവർക്കും ബുദ്ധിപരമായ ശ്രേഷ്ഠത ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ അടുത്ത കാലത്തെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയിലും അപ്പൻ കഥാപാത്രം മകനോട് എന്താ പറയുന്നത്? മോനെ, നിനക്ക് ആദ്യമായിട്ട് ഡ്രഗ്സ് തന്നതും ആദ്യമായിട്ട് മദ്യം തന്നതും ആദ്യമായിട്ട് കഞ്ചാവ് തന്നതും ആദ്യമായിട്ട് പെണ്ണിനെ കൂട്ടി തന്നതും എല്ലാം ഞാനല്ലേ, നിൻ്റെ ആദ്യത്തെ കൊലയും അത് ഞാൻ തന്നെ നിനക്ക് തരാം. ഇത് പറയുമ്പോൾ തിയേറ്ററിലേക്ക് ഇങ്ങനെ കയ്യടിയാണ്. അതായത് എന്തൊരു ഹീറോയിക്കായിട്ടുള്ള അപ്പൻ അല്ലെങ്കിൽ ഹീറോയിക്കായിട്ടുള്ള മാം, ഇവർ ചേർന്ന് ഒരു സമൂഹത്തെ കട്ട ഇരുട്ടിലേക്ക് തള്ളിയിടുകയാണ് എന്ന കാര്യം ആരും അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി പ്രണയം പോലും ഇന്നത്തെ സിനിമയിൽ കാര്യമായിട്ടില്ല. ഈ ഫെമിനിസ്റ്റുകളൊക്കെ സ്ത്രീകളുടെ അവകാശത്തെക്കുറിച്ചൊക്കെ പറയും, പക്ഷേ ഇതൊരു സെക്കൻഡ് ഗ്രേഡ് കമ്മോഡിറ്റി ആയിട്ട് പെണ്ണ് തരം താഴ്ത്തപ്പെടുന്ന സിനിമകളെക്കുറിച്ചൊന്നും ഇവരാരും പറയില്ല. ഇവർ ഉച്ചത്തിൽ പറയും മൈ ബോഡി മൈ റൈറ്റ്.
ഇപ്പോൾ ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ ഒരുപാട് കമൻറ്റുകൾ വന്നേക്കാം. അവർ ബോഡി അവർ റൈറ്റ് ആൻഡ് വിൽ ഡു വാട്ട് എവർ വി വാണ്ട് ടു ഡു വിത്ത് അവർ ബോഡീസ്. ഓക്കെ, യു ഡു വാട്ട് എവർ യു വാണ്ട് ടു ഡു. അതിനെക്കുറിച്ചല്ല പറയുന്നത്. പക്ഷേ സ്വയം തരം താഴ്ത്തപ്പെടുന്നൊരവസ്ഥയിലും അതിനെക്കുറിച്ച് ചിന്തിക്കാതെ അത് ഹീറോയിസമാണ്, അത് വലിയ ക്രിയേറ്റീവ് വേൾഡിൻ്റെ ഫ്രീഡമാണ് എന്നൊക്കെ പറയുന്നതാണ് മണ്ടത്തരം എന്ന് പറയുന്നത്. മണ്ടത്തരാണെന്നെങ്കിലും മനസ്സിലാക്കുക. അടുത്ത ഒരു തലം കൂടിയുണ്ട്. പണ്ടത്തെ സ്കൂളുകൾ എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും കലാശാലകളാണ്, സാംസ്കാരിക നിലയങ്ങളാണ്. ഇന്നത്തെ സിനിമകളിൽ ഈ സ്കൂളുകളെ എങ്ങനെയാണ് അവതരിപ്പിക്കുക? പഴയ അധികം പഴയ കാലത്തിലേക്കൊന്നും പോകണ്ട. ഏതാനും നാളുകൾക്ക് മുമ്പിലുള്ള ഒരു സിനിമയിലെ സ്കൂൾ രംഗം അവതരിപ്പിക്കുന്നത് സ്കൂളിലെ ഭക്തിഗാനത്തിലൂടെയാണ്. പണ്ടൊക്കെ സ്കൂളിൽ അസംബ്ലിയിൽ ഈശ്വര പ്രാർത്ഥന പാട്ടായിട്ട് പാടുമായിരുന്നല്ലോ. ഈ പാട്ടിങ്ങനെയാണ്, അതിൻ്റെ വരികൾ ഞാനൊന്ന് ശ്രദ്ധിക്കുകയാണ്. അത് വളരെ ശ്രദ്ധേയമായി മാറുന്നതുകൊണ്ട് ഞാനിതിങ്ങനെ പറയുന്നത്. ഹൃദയരാഗ തന്ത്രി മീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴും ആദിനാമം ഇന്നും വാഴ്ത്തിടാം. അടുത്ത വരികൾ, ഞങ്ങൾ പാടും ഈ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ, ചോടുവയ്ക്കും ഈ പദങ്ങൾ നൃത്തലോലമാകണേ, കുഞ്ഞു വീടിനുൾക്കളങ്ങൾ സ്വർഗമാക്കണേ, അമ്മ നൽകും ഉമ്മ പോലും അമൃതമാകണേ, പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഇതായിരുന്നു അന്നത്തെ പ്രാർത്ഥന. അപ്പോൾ സ്കൂള് അവർ അവതരിപ്പിക്കുന്നത് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ്. ഈ പുതിയ സിനിമകളിൽ അങ്ങനെയല്ലല്ലോ. പുതിയ സിനിമകളിൽ അവർ സ്കൂളിലേക്ക് പോകുന്ന ആ അന്തരീക്ഷം, ഞാൻ മറ്റൊരു വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, ആ അന്തരീക്ഷത്തിൽ വരുന്ന പാട്ടിൻ്റെ വരികൾ സത്യത്തിൽ നമ്മൾ പേടിപ്പിക്കണം. മാതാപിതാക്കളെ മാപ്പ്, ഇനി എങ്ങോട്ട് തന്നിഷ്ടക്കൂത്ത്, ഉന്നം മറന്നൊരു പോക്ക്, ഗുണപാഠങ്ങളോ മതിയാക്ക്, ഇത് എൻ പാത എൻ അധികാരം, വഴി തെറ്റാനുമുണ്ടവകാശം, സന്തോഷമാണ് പ്രധാനം, ഇനി മറ്റേതുമില്ല വിചാരം. ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കിതയ്ക്കണ് പെടയ്ക്കണ് ശ്വാസം, ചെവികളിലിനി അരുതുപദേശം, തനി നിറമെടുത്തണിയണ നെഞ്ചേ കാട്ടു തോന്യാസം, കട്ടപ്പാച്ചിലാണടി പതറുകയില്ല നേടിയ സ്വാതന്ത്ര്യം. ഇങ്ങനെ അവിവേകമാണിന് ലക്ഷ്യം, അവതാളമാക്കാം മൊത്തം. അപ്പോൾ അവിവേകം ലക്ഷ്യമാണ്, അവതാളമാക്കുമല്ല അറിയാം. അപ്പോൾ അവതാളമാക്കിക്കൊണ്ട് കുട്ടികളൊക്കെ സ്വയം നശിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഇനി എന്നോട് പറയുക, ഇതൊക്കെ കേൾക്കുന്ന കുട്ടികളെ ഇത് സ്വാധീനിക്കുന്നില്ലേ? ഇനി നമ്മുടെ റാപ്പ് സിംഗേഴ്സ് എന്നൊക്കെ പറഞ്ഞ് അവതരിക്കുന്ന ചില ആളുകളൊക്കെ പണം കൊടുത്ത് ടിക്കറ്റ് വാങ്ങിയിരിക്കുന്ന ആളുകൾ പച്ചത്തെറി പറയുകയാണ്. ഈ പച്ചത്തെറി പറയുന്നത് എപ്പോഴാണ് കലാകാരൻ്റെ വലിയ വളർച്ചയായിട്ട് എണ്ണപ്പെടാൻ തുടങ്ങിയത്? ചിന്തിച്ച് നോക്കുക. നമ്മളെല്ലാവരും പൈസ കൊടുത്തിട്ട് തെറി കേൾക്കാനും തെറി പഠിക്കാനും വേണ്ടിയാണ് തിയേറ്ററിലേക്കും അല്ലെങ്കിൽ ഓഡിറ്റോറിയങ്ങളിലേക്കും മറ്റു പോകുന്നതെങ്കിൽ അതെന്തൊരു മണ്ടത്തിലാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ചിന്തിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ചിന്തിച്ച് നോക്കുന്നത് വളരെ നന്നായിരിക്കും. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ സ്യൂഡോ നാഷണലിസം, സ്യൂഡോ പാട്രിയോട്ടിസം, ഈ കപടമായ ദേശഭക്തിയും കപടമായ ദേശീയ വികാരങ്ങളൊക്കെ ഉണർത്തുന്ന സിനിമകളും, ആ സിനിമകളും നിസ്സാരമായിട്ടല്ല മനുഷ്യരെ സ്വാധീനിക്കുന്നത്. ഹിറ്റ്ലർ ജർമ്മൻകാരെ മുഴുവൻ ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടി ഈ പ്രൊപ്പഗാൻഡ മൂവീസ് ഉപയോഗിക്കുകയായിരുന്നു. പ്രൊപ്പഗാൻഡ മൂവി എന്ന് വെച്ചാൽ എന്താണ്? ആര്യൻ സിദ്ധാന്തങ്ങൾ കുത്തി നിറച്ച് ജർമ്മൻകാർ മാത്രമാണ് ബെറ്റർ, ആര്യനിസം അവർക്കാണുള്ളത്, അവർക്ക് മറ്റുള്ളവരെക്കാളും ഔന്നത്യമുണ്ട്, നിറത്തിൻ്റെ ഔന്നത്യം, കഴിവിൻ്റെ ഔന്നത്യം, ബുദ്ധിവികാസം, ഇതൊക്കെ ഉള്ളത് കൊണ്ട് മറ്റുള്ളവരെ അടിമകളാക്കി മാറ്റണം എന്ന് നിരന്തരം പഠിപ്പിക്കുകയായിരുന്നു. ഈ ജർമ്മൻ സോൾജേഴ്സിനെ പല ദിവസങ്ങൾ ഉറക്കം കെടുത്തിക്കൊണ്ട് തുടർച്ചയായിട്ട് ഈ പ്രൊപ്പഗാൻഡ മൂവി കാണിക്കുമായിരുന്നു. അപ്പോൾ പാതി വയക്കത്തിലും പാതി ഉണർവിലും കാണുന്ന കാര്യങ്ങൾ അവരുടെ അൺകോൺഷ്യസ് മൈൻഡിൽ രജിസ്റ്റേർഡ് ആവുകയും അവരും പിന്നെ വെറും തീവ്രവാദികളായി മാറുകയും ചെയ്യും. ഇത് തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത് ഇപ്പോഴും. ഇപ്പം മതക്കാരും അല്ലെങ്കിൽ ദേശീയതക്കാരും ഒക്കെ പ്രൊപ്പഗാൻഡ മൂവീസ് ഇഷ്ടം പോലെ സൃഷ്ടിച്ച് ആളുകളെ ഒരുതരം തറങ്കൽ പാളയങ്ങളിലേക്ക് അയക്കുന്നുണ്ട്. അതും ആരും തിരിച്ചറിയുന്നില്ല എന്നാണ്. അപ്പോഴും സിനിമക്കാർ ഇങ്ങനെ മനുഷ്യരുടെ ബ്രെയിൻസിനെ വല്ലാതെ അവരവരുടെ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. തിരിച്ചറിയാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമായി മാറുന്നത്. ഇങ്ങനെ സിനിമ ആരെയും മോശമാക്കുന്നില്ല എന്ന ഒരു സിദ്ധാന്തം ഇനി പറയാതിരിക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ. സിനിമ ധാരാളമായിട്ട് നമ്മളെയൊക്കെ മോശമാക്കുന്നുണ്ട്, നല്ലതാക്കുന്നുണ്ട്. ഒരു നല്ല സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു കത്താർസിസ് അനുഭവം ഉണ്ടാകും എന്നുള്ളത് നിങ്ങളുടെ തന്നെ അനുഭവമല്ലേ?
നിങ്ങൾ ചരിത്രത്തിലേക്ക് നോക്കുക, ചരിത്ര സിനിമകളിലേക്ക് നോക്കുക, ലോക സിനിമയിലേക്ക് നോക്കുക. സിനിമ എത്രമാത്രം മാറ്റങ്ങൾ മനുഷ്യരിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നല്ല മാറ്റങ്ങളോടൊപ്പം ചീത്ത മാറ്റങ്ങൾ സിനിമ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് സിനിമക്കാർക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. ഈ സമൂഹത്തെ ഒന്നടങ്കം വഴിതെറ്റിക്കാതിരിക്കാൻ വേണ്ടി സിനിമക്കാർക്ക് ഒരു പ്രതിജ്ഞാബദ്ധതയുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഇനി പണ്ടത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതായത് ഇന്ന് നല്ലത് പറയുന്ന ആളുകൾ ഉടൻ തന്നെ നന്മ മരമെന്ന് പറഞ്ഞ് കളിയാക്കും. ഇപ്പോൾ സത്യനന്ദിക്കാണ്ട് പോലുള്ള സിനിമകൾ ഇനി വന്നു കഴിഞ്ഞ് വിജയിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം കുടുംബചിത്രങ്ങളോടൊന്നും ആൾക്ക് താല്പര്യമില്ല, കുടുംബത്തോട് തന്നെ താല്പര്യമില്ല, അപ്പനോടും അമ്മയോടും താല്പര്യമില്ല, പെങ്ങളോട് താല്പര്യമില്ല, ഒന്നിനോടും താല്പര്യമില്ല. ആരാരെ സ്നേഹിക്കുന്നു? അപ്പോൾ പിന്നെ കുടുംബചിത്രങ്ങൾ എങ്ങനെ ഇഷ്ടപ്പെടുക? അപ്പോൾ കുടുംബചിത്രങ്ങളിൽ പണ്ട് നന്മ നിറഞ്ഞ കഥാപാത്രങ്ങളുണ്ട്, അവർ നന്മ മരമെന്ന് പറഞ്ഞ് കളിയാക്കിയാണ്. ഒരുതരം പുച്ഛമാണ്. ആരെങ്കിലും നല്ലത് പറഞ്ഞാൽ, നല്ലത് ചെയ്താൽ, നല്ലതിൻ്റെ വഴിയിലൂടെ നടന്നു കഴിഞ്ഞാൽ ഫീലിംഗ് പുച്ഛം എന്നാണ് പുതുതലമുറ ഉടൻ തന്നെ കുറിക്കുന്നത്. എന്തുകൊണ്ടാണ് ഫീലിംഗ് പുച്ഛം എന്ന അവസ്ഥ വരുന്നത്? തലയിലൊന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ. ഇനി മറ്റൊരു ഇക്കാലത്ത് ഏറ്റവും അധികം മോശമായി ഉപയോഗിക്കപ്പെടുന്നൊരു പദമുണ്ട്, തന്ത വൈബ് എന്ന പദം. അതായത് അവിവേകത്തിൻ്റെ വഴിയിലൂടെ താന്തോന്നിത്തരം കാണിച്ചുകൊണ്ട് അത് ഹീറോയിസമാക്കി നടക്കുന്നവരുടെ ഇടയിൽ ബോധത്തോടെ വിവേകത്തോടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തന്ത വൈബാണ്. അതായത് അവർക്ക് ഒരുപാട് പ്രായം ചെന്ന് ഈ ന്യൂ ജനറേഷൻ്റെ വൈബ് കണ്ടെത്താൻ അവർക്ക് പറ്റുന്നില്ല, വൈബ് ഉൾക്കൊള്ളാൻ അവർക്ക് പറ്റുന്നില്ല, അവർക്ക് തന്ത വൈബാണ്. സത്യത്തിൽ ഏറ്റവും മോശമായ പദപ്രയോഗങ്ങളിലൊന്നാണ് ഇത്. ഇങ്ങനെ നല്ലതിനെ എല്ലാം മോശമാക്കുന്നു, മോശമായതിനെ നല്ലതാക്കി കാണിക്കുന്നു. ഇതാണ് ഏറ്റവും അപകടകരമായ കാര്യം. മോശമായ പലതിനും നല്ലതിൻ്റെ വർണ്ണങ്ങളിട്ട് അതിനെ ആകർഷകമായിട്ട് ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഈ ദ്രോഹം സമൂഹത്തെ ഇല്ലാതാക്കും, പുതുതലമുറയെ നശിപ്പിക്കും, എല്ലാവരെയും കൊന്നൊടുക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, സിനിമാക്കാരെ, എഴുത്തുകാരെ, കലാകാരെ, നിങ്ങൾ ഒന്നു ചേർന്ന് ഒരു സമൂഹത്തെ നശിപ്പിക്കരുത്. രക്ഷിച്ചില്ലെങ്കിലും നശിപ്പിക്കാതിരിക്കുകയെങ്കിലും ചെയ്യണ്ടേ. നല്ല യാത്ര നേരുന്നു.